വളരെ തിരക്കേറിയ ഒരു പട്ടണമായിരുന്നു ജെറീക്കോ. അവിടെ സഖേവൂസ് എന്ന ധനികനായ ഒരു ചുങ്കക്കാരൻ ഉണ്ടായിരുന്നു. ആ സമയത്തു ദൈവപുത്രനായ യേശു ആ പട്ടണത്തിലേക്കും കടന്നു വന്നത്. ജനങ്ങളുടെ ബഹളം കേട്ടപ്പോൾ സഖേവൂസ് കാണുന്നത് തിരക്കിനിടയിലൂടെ കടന്നുവരുന്ന യേശുവിനെയാണ്. യേശുവിനെ കാണാൻ ജനം തിരക്കുകൂട്ടി. ഓടിയെത്തിയ സഖേവൂസ് തന്റെ ഉയരുകുറവ് മൂലം ഉയർന്നു ചാടി നോക്കി. ആളുകൾക്ക് പരിഹാസ്യനായി മാറിയേക്കാവുന്ന ഒരു കാര്യം ചെയ്യാൻ അയാൾ തീരുമാനിച്ചു. വഴിയിലുണ്ടായിരുന്ന ഒരു സിക്കമോർ മരത്തിൽ കയറി യേശുവിനെ കാത്തിരുന്നു. യേശു ആ വഴി വന്നപ്പോൾ മരത്തിലേക്ക് നോക്കി സഖേവൂസിനെ പേരെടുത്ത് വിളിച്ചു. സഖേവൂസേ, വേഗം താഴെ ഇറങ്ങുക, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ താമസിക്കും. സഖേവൂസ് അത്ഭുതത്തോടെ യേശുവിനെ നോക്കി. വളരെയേറെ സന്തോഷത്തോടെ അവൻ മരത്തിൽ നിന്നും ചാടിയിറങ്ങി. അവൻ പറഞ്ഞു, യേശുവേ, പാപിയായ ഈ എൻ്റെ വീട്ടിലേക്ക് നീ വരുന്നതിന്. അവൻ യേശുവെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നാൽ യേശുവിൻ്റെ സ്നേഹവും കരുണയും സഖേവൂസിൻ്റെ ഹൃദയത്തെ മാറ്റിമറിച്ചു. താൻ ചെയ്ത തെറ്റുകളിൽ പശ്ചാത്തപിച്ച് അയാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, കർത്താവേ, എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ പാവപ്പെട്ടവർക്ക് നൽകുന്നു. സഖേവൂസിൻ്റെ മാനസാന്തരം കണ്ടപ്പോൾ യേശു പറഞ്ഞു, ഇന്ന് ഈ വീട്ടിൽ രക്ഷ വന്നിരിക്കുന്നു. കാരണം നഷ്ടപ്പെട്ടതിനെ തേടി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നത്. മാനസാന്തരപ്പെട്ട സഖേവൂസ് തൻ്റെ സമ്പത്ത് മറ്റുള്ളവർക്ക് ജനങ്ങൾ അത് കണ്ടു അത്ഭുതപ്പെട്ടു. ഈ കഥ പാപികൾക്ക് പോലും ദൈവത്തിൻ്റെ സ്നേഹവും രക്ഷയും ലഭ്യമാണെന്ന്